നിങ്ങളുടെ പ്രശ്നം എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി എൻ്റെ പ്രശ്നം എന്താണെന്ന് എന്താണ് പറയാ. കോയമാരും വിളിക്കുന്നില്ല, അതാണ് ഇപ്പം എൻ്റെ പ്രശ്നം. നിങ്ങളൊരു കോയ കിട്ടിയ സന്തോഷത്തിലാണ്. പറയൂ കോയ. അതെ, നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് പറയാ, എന്നല്ലേ നമുക്ക് എൻ്റെ പ്രശ്നം ഇതാണ്, എനിക്കൊരു കോയ കിട്ടുന്നില്ല. ഇപ്പൊ കിട്ടി, ഇപ്പൊ എൻ്റെ പ്രശ്നം മാറി. ഇനി നിങ്ങൾ പറയൂ. അല്ല, നിങ്ങളിപ്പോ അവിടെ പിന്നെ ലൈവില് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടോപ്പിക് എന്താണ്? അപ്പിക്കുപ്പായം. വാട്ട് ഈസ് അപ്പിക്കുപ്പായം? എന്താണ് അറിയില്ല. അപ്പിക്കുപ്പായം എന്താണെന്ന് അറിയില്ലേ? ഇല്ല. മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അല്ല, അങ്ങോട്ട് അപ്പിക്കുപ്പായം എന്താന്ന് ഞാൻ പറയട്ടെ. അപ്പിക്കുപ്പായം എന്താ നിങ്ങൾക്ക് അറിയോ? അത് ഞാൻ പറഞ്ഞുതരട്ടെ. ഓക്കെ. മുഹമ്മദ് നബിയുടെ ഭാര്യമാർ അവർ രാത്രി അപ്പിയിടാൻ പോകും, അൽ മനാസി എന്ന് പറയുന്ന സ്ഥലത്ത്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മളുടെ മഹാനായ ഉമർ അവിടെ വായി നോക്കികളായിട്ട് കുറേ ആളുകളോടൊപ്പം അവിടെ കറങ്ങി നടപ്പാറുണ്ടായിരുന്നു. അങ്ങനെ കറങ്ങി നടന്ന് വായി നോക്കുന്ന സമയത്ത് പൂവാലന്മാരായിട്ട് പൂവാല ശല്യം അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ പലപ്പോഴും ഈ നബിയുടെ ഭാര്യമാരെ തോണ്ടേണ്ടി വരുന്നു, അല്ലെങ്കിൽ അടിമ സ്ത്രീകളാണെന്ന് വിചാരിച്ച് സ്വതന്ത്ര സ്ത്രീകളെ കയറി പിടിക്കുന്നു, തോണ്ടുന്നു, ഞെക്കുന്നു, പരതുന്നു, ഇതൊക്കെ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഉമറിന് അത് വലിയ വിഷമായി. അങ്ങനെ ഒരു ദിവസം, പല ദിവസങ്ങളിൽ ഉമർ വന്നിട്ട് മുഹമ്മദ് നബിയുടെ അടുത്ത് പറഞ്ഞു, എൻ്റെ പൊന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ പറയുന്ന സ്ത്രീകളുടെ അടുത്ത്, അതായത് നിങ്ങളുടെ ഭാര്യമാരുടെ അടുത്ത് തലയിലൂടെ എന്തെങ്കിലും ഒരു തുണി ഇട്ട് നടക്കാൻ പറയൂ. അങ്ങനെയാകുമ്പോൾ ഞങ്ങൾക്ക് അവരെ മനസ്സിലാവുകയും ഞങ്ങൾ അവരെ തോണ്ടുകയില്ല, പിച്ചുകയില്ല, ഒന്നും ചെയ്യില്ല. അല്ലെങ്കിൽ ഇത് അറിയാതെ പറ്റിപ്പോവാണ് എന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി പറഞ്ഞു, ഇല്ല, അതിൻ്റെ ആവശ്യമില്ല ഉമർ എന്ന് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമറിനെ പല തവണ ആശ്വസിപ്പിച്ചു വിട്ടു. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ. അങ്ങനെ പലതവണ ആശ്വസിപ്പിച്ചു വിട്ടു. അങ്ങനെ ഇരിക്കെ മുഹമ്മദ് നബിയുടെ കുറേ ഭാര്യമാർ ഉള്ളതിൽ ഒരു ഭാര്യ, സൗദ എന്ന് പറയുന്ന ഒരു ഭാര്യ, ആ ഭാര്യ അപ്പിയിടാൻ പോയി ഒരു ദിവസം ഇഷാ പങ്ക് കൊടുത്ത സമയത്ത്. അങ്ങനെ അപ്പിയിടാൻ വേണ്ടി പോയ സമയത്ത് സൗദയ്ക്ക് കുറച്ച് ഹൈറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ പോകുന്ന അപ്പിയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കണ്ടി ഇട്ടു. രണ്ടാമത്തെ കണ്ടി ഇടാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഉമർ അതിൽ നടന്നു പോകുന്നത്. ഉമർ അവിടെ കണ്ടിട്ട് ഉമർ പറഞ്ഞു, സൗദ, അന്നെ നമ്മൾ കണ്ടിക്കണം കേട്ടോ എന്ന് ഉറക്കെ വിളിച്ച് പറഞ്ഞു. എന്നിട്ട് ഉമറിൻ്റെ വഴിക്ക് പോയി, സൗദയുടെ വഴിക്ക് ചന്തിയും കഴുകിയിട്ട് പോയി. അങ്ങനെ വീട്ടിൽ ചെന്നിട്ട്, മുഹമ്മദ് കൈ, നിങ്ങൾ ഉമർ ആൾ ശരിയല്ല, ഞാനിന്ന് അപ്പിടാനിരിക്കുമ്പോൾ എന്നെ വന്ന് ഒളിഞ്ഞ് നോക്കി, മാത്രമല്ല എന്നെ വിളിച്ച് കൂവൻ ചെയ്ത ആൾ എന്ന് പറഞ്ഞു. അങ്ങനെ ആൾ ഈ പറയുന്ന സാധനം മുഹമ്മദ് നബി കേട്ട് അടുത്ത ദിവസം ആയത്തിറങ്ങി. ഏതാണ് ആയത്ത്? 33:59. ഏതാണ് ആയത്തിൽ എന്താണ് പറയുന്നത്? അതായത് ഇനി മുതൽ ഈ പറയുന്ന പെണ്ണുങ്ങൾ ഒക്കെ ഇതേപോലെ സാധനം ഇട്ടിട്ട് നടക്കണം എന്ന് പറയുന്ന ആയത്ത് ഓൺ ദ സ്പോട്ട് ഇറങ്ങി. ഇതാണ് ആ പറയുന്ന ഹിജാബിൻ്റെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, അതായത് അന്നൊരു നല്ല കക്കൂസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഹിജാബ് ഉണ്ടാവില്ല. അപ്പോൾ കക്കൂസ് പണിയാനുള്ള കായ് ഇല്ലായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു കക്കൂസ് ഉണ്ടാക്കി കൊടുത്താണ് ഈ ഹിജാബ് എന്ന് പറയുന്നത്. അതിനെയാണ് ഇന്ന് നാട്ടുകാർ എന്തോ വലിയ സംഭവമാണ് ഹിജാബ് എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന അപ്പിക്കുപ്പായം. ദാറ്റ്സ് ഓൾ. കഴിഞ്ഞോ? ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് കക്കൂസ് ഇവിടെ സുലഭമായിട്ട് ഉണ്ടായിരുന്നു. അതെ, അന്നില്ല. അപ്പൊ ഇന്നിപ്പോ തലയിൽ കക്കൂസും ചുവന്നുകൊണ്ട് നടക്കേണ്ട